നമുക്ക് ഒരു 10 പശുവിനെ വാങ്ങിച്ച് കിട്ടിയതാ. ഓ അത് ഞാൻ കേട്ടല്ലോ അമ്മ. ഐ ഡോണ്ട് വാണ്ട്. നിനക്ക് വേറെ ആരെങ്കിലും പെണ്ണുണ്ടെങ്കിൽ ഉള്ളത് പറ. അങ്ങനെ ഉണ്ടായിരുന്നു. ബട്ട് നൗ എന്റെ ബട്ടക്സ് പോയില്ലേ. അന്ന് പറഞ്ഞ സംഭവം ബട്ടക്സ് അല്ല ബട്ട് എക്സ് പോയില്ലേന്ന്. അപ്പൊ അത് പോയിന്റ്. പക്ഷെ അതിന്റെ വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട്. നിങ്ങളെ കാണാതിരിക്കുമ്പോ ഞാൻ മാറി ഇന്ന് കരയാറുവരുണ്ട്. പോയതൊക്കെ പോട്ടാ, ഇനി വരണാണ് നോക്കാം. പോയോളാൻ കാത്തിരിക്കണം. നാട്ടില് വേറെ പെമ്പിള്ളേരില്ല. അല്ല അത് മറ്റേ ഇത് സെറ്റ് ചെയ്യാം. ഏത് അപ്പം പക്ഷെ എനിക്ക് കല്യാണം ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ കണ്ടി സെറ്റ് ചെയ്യാം. പക്ഷെ കല്യാണത്തിന് ഡാൽഡ മസ്റ്റ് ആണ്. എന്ത് ഡാൽഡ വേണം? വെളിച്ചെണ്ണ ഡാൽഡ എന്ന് വെച്ചാൽ എന്താണ്? മഞ്ഞ കോണമൊക്കെ ചിട്ടില്ലേ? മഞ്ഞ കോണം. അല്ല ഹാൽഡി. അപ്പൊ ഹാൽഡി അത് മസ്റ്റ് ആണ്. മഞ്ഞൊക്കെ തലയിലൊക്കെ വെച്ച് കെട്ടി ഒരു ഇളക്കം പോലെയൊക്കെ നിൽക്കുമല്ലോ. പിന്നെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് മസ്റ്റ്. എന്ത് എനിക്ക് ഷേവ് ഡേറ്റ് അത് നീ കല്യാണത്തിന് പറഞ്ഞത് ഷേവ് ചെയ്തിട്ട് അല്ലാതെ ഷേവ് ഡേറ്റ് നീ കല്യാണത്തിന് മുമ്പ് ചെയ്തിട്ട് വന്നു. ഷേവ് ഡേറ്റ് ഉണ്ട്. ഇപ്പൊ ഷേവ് ഡേറ്റ് ഉണ്ട്. ഷേവ് ഡേറ്റിന് അതെ ഷേവ് ഡേറ്റ് ആണ് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട്. ഈ സദാചാരവാദികളുണ്ട്. അപ്പൊ അവര് വിഷയമാണ്. അവന്മാരാണ് ഇപ്പൊ ഞാൻ ഈ പെണ്ണ് കെട്ടണില്ല എന്ന് പറഞ്ഞപ്പോ വേറെ പെണ്ണുണ്ടെന്ന്. അതാണ് സംഭവം. ഇപ്പൊ അവന്മാർ അങ്ങനെയാണ് വിചാരിച്ചു ചെയ്യണം. അതായത് ഞാൻ ഇപ്പൊ പെണ്ണ് കെട്ടണില്ലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനല്ല, ഇപ്പൊ നിങ്ങളൊരു പെങ്കൊച്ചായിരുന്നു, ഒരു 18 വയസ്സായി അല്ലെങ്കിൽ 20 വയസ്സായി. അപ്പൊ 20 വയസ്സാകുമ്പോഴേ ഉമ്മാര് വന്ന് ചോദിക്കും, എനിക്ക് എന്ത് കല്യാണം കഴിക്കാത്തത്. എന്നിട്ട് ഉമ്മാർ അടുത്ത ഡയലോഗ് എന്തെന്നറിയാവോ? അയ്യോ ഒന്നുമില്ലടാ എവിടെ, അല്ലെങ്കിൽ അല്ല മറ്റേ പോയിട്ട് പറയാം, അയ്യോ ഒന്നുമില്ലടി എവിടെ, അതിനെ കണ്ടു വെച്ചിട്ടുണ്ട്. അമ്മ കല്ലറിയാം, നമ്മളെ വിഷമം, നമ്മളിവിടെ പച്ചക്ക് നിക്കണമ്മ. അതാണ് പ്രശ്നം. വിളിച്ചോണ്ട് വാ, അങ്ങനെങ്കിലും ഉണ്ടല്ലോ. അതെങ്കിലും ഞാൻ വിളിച്ച വരുമായിരുന്നു മുന്നേ ഇപ്പൊ കവാലം കൂടെ ഞെരിയും. എന്നിട്ടേ നമുക്കൊരു കാര്യം ചെയ്യല്ലേ, നിന്റെ കസേര എടുത്ത് സെറ്റ് ചെയ്ത് മേളിലൊക്കെ ആയിട്ട് നിന്നെ ഇരുത്തിയിട്ട് മൂക്കിലിട്ട് പഞ്ഞി വെത്തി കാവടി എടുത്തുള്ളൂ. കാവടി ആടിയല്ല നമുക്ക്. കാവടി ആട്ടം എന്ത് കല്യാണത്തിന് കാവടി ആട്ടം മസ്റ്റ്. അവിടെ അങ്ങനെയാണ് മരിച്ചാ. ഇവരിപ്പോഴും എന്റെ അടുത്ത് പറയൂടാ, ചില നേരങ്ങളിലെ ഇവർക്ക് മനസ്സിൽ ചിഞ്ചിലാട്ടം ഇല്ലേ? ഉണ്ടാ? എനിക്ക് അങ്ങനെയൊന്നുമില്ലേ. ചിഞ്ചിലാട്ടം ഇല്ലേ അവർക്ക്? ചിഞ്ചിലാട്ടം ഇല്ലേ? ചിഞ്ചിലാട്ടം ഇല്ലേ നിങ്ങൾക്ക്? എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ ചിഞ്ചിലാട്ടം. നിങ്ങൾക്ക് ചില സമയത്ത് ഓരോന്ന് മരിച്ചപ്പം ഭയങ്കര ചിഞ്ചിലാട്ടത്തിന് നല്ലതുണ്ടല്ലേ. കുടുംബശ്രീട്ട് ഇവര് പോയിട്ട് പറയും, പെണ്ണെ പയ്യന്മാരൊന്നും എനിക്ക് ചിഞ്ചിലാട്ടം പറയാന്ന് പറയും. നിങ്ങൾക്ക് ഉണ്ടാടി ചിഞ്ചിലാട്ടം. ചിഞ്ചിലാട്ടം എനിക്ക് ഡെയിലി 3 തവണ 4 തവണ ചിഞ്ചിലാട്ടം. പൈസ വരുമ്പോഴാണ് കൂടുതൽ ചിഞ്ചിലാട്ടം പറയും. പിന്നെ പൈസ ഇല്ലാതാകുമ്പോഴും ചിഞ്ചിലാട്ടം ഉണ്ടെന്ന്. കാരണം ചിട്ടി കിടക്കണ ചിഞ്ചിലാട്ടം. അമ്മ ചിഞ്ചിലാട്ടം എന്താണെന്നറിയോ? എന്തിനാണ് ചിഞ്ചിലാട്ടം? നിശ്ചയം. പാർത്ഥിവ പാണ്ഡവം. അതാണ് ദൃഢനിശ്ചയം. എനിക്ക് ദൃഢനിശ്ചയമൊക്കെ ഉണ്ട്. അതാണ് ചിഞ്ചിലാട്ടം. എനിക്ക് ചിഞ്ചിലാട്ടം ഉണ്ട്. ഇനി മറ്റേ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ചെറിയൊരു ചിഞ്ചിലാട്ടം ഉണ്ട്. അപ്പൊ നീ 2 പെഗ് വാങ്ങിച്ചടിച്ച് ചിഞ്ചിലാട്ടം. അങ്ങനത്തെ ആട്ടം ഇല്ല നിന്റെ ചിഞ്ചിലാട്ടം. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസയുടെ സംഭവം വരുമ്പോൾ ചെറിയ ചിഞ്ചിലാട്ടം. അല്ലല്ല ഇവർക്ക് പക്ഷെ നമ്മളെ ഇത്രയും വളർത്തി വലിയാക്കിയ ചിഞ്ചിലാട്ടം. എനിക്ക് വേറെ കേസ് അറിയാമോ? ഇവര് അച്ഛൻ കിടന്നതിന് ശേഷം നമ്മളെ വളർത്തി വലുതാക്കിയ ഒരു ചിഞ്ചിലാട്ടം അവർക്കുണ്ട്. നല്ല അച്ചടക്കത്തിൽ വളർത്തിയത് കാക്കയ്ക്കും പൂച്ചയും കൊടുക്കാതെയൊക്കെ വളർത്തി. കാക്കയും പൂച്ചയും കൊടുത്തില്ല. ഇപ്പൊ നമ്മൾ ആവശ്യമായിട്ട് കാക്ക 2 പട്ടി തിന്നോണ്ടിരിക്കണം ഇപ്പൊ നമ്മളെ ആഹാരം. നിങ്ങള് വിഷയത്തിൽ നിന്ന് വ്യഭിചരിച്ചു പോകുന്നു. ആരെങ്കിലും വന്ന് തിരക്കിയാ പറയും ഒരു തലമുടിയും വളർത്തി ഒരുത്തം നടക്കാന്ന് പറയും. നിങ്ങളൊരു കേസ് അറിഞ്ഞ? ഞാനും ദേവേണ്. കഴിഞ്ഞ 2 ആഴ്ചത്തേക്ക് മുന്നേ ആരോ എന്റെ കല്യാണത്തിന് വന്നു. ജംഗ്ഷനിൽ വന്നു. അവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ അവിടെ കടയിൽ ചെന്നു. കടയിൽ ചെന്നവൻ പറഞ്ഞാൽ അവൻ പറഞ്ഞു നല്ല പന വേറെ കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പോഴത്തെ കടയിലും തിരക്കാൻ പറഞ്ഞാൽ പയ്യൻ തലമുടി ഇതെല്ലാം വളർത്തി നടക്കണത് വേറും വൃത്തിയില്ലെന്ന് പറഞ്ഞു. നമ്മ വല്ലവന്മാരും വല്ല പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് 10 പേര് പറയുമ്പോ ശരിയാവും. പിന്നെ ആലോചന നിന്നു 10 പേര് പറയുമ്പോ അതാണ് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക്. വേണ്ട എനിക്ക് വേണ്ട.
അമ്മ ഐ ആം ജസ്റ്റ് 28 years old. 28 years old. അതിനിപ്പോ എന്ത് എന്ത് 30 yearsൽ പോണ്ട. 32 ആവട്ടെ. 32 നിങ്ങൾക്ക് അച്ഛൻ ഡബിൾ ഉറപ്പെന്ന് പറയല്ല, കുറച്ച് നാളത്തേക്കാണ് ഒരു മരുമോളം തരാം. അച്ഛനെ പഴയ ഡബിൾ അമ്മയാണ് ഇംഗ്ലീഷ്. മുല്ലപ്പവും കൂടി ഏറ്റ് കിടക്കും കല്ലുമുട്ട് സൗകര്യം. ഇപ്പൊ അമ്മ പറഞ്ഞ കേട്ടാ 13 years old. ഓൾഡ് മങ്കന്ന്. പക്ഷേ ഓൾഡ് മങ്കത്ത് ഈ സൈഡ് മൊത്തം തുപ്പല് ഇയേഴ്സ് എന്ന് പറഞ്ഞപ്പോ ഇയേഴ്സിലും പേര് മഴ കാലം ഇവിടെ ഈ ഒരു സൈഡിൽ മാത്രം സീരിയസ് ആയിട്ട് പോർക്ക. ഓ ശരി, ഞാൻ നിന്റെ പരിപാടിയൊക്കെ അമ്മ വേറെ മുറിഞ്ഞാടുന്നേ. ശരി അമ്മ. അപ്പൊ എന്ത് കേട്ടു പിന്നെ എന്തൊരു പറയാ, അവൻ ഇങ്ങനെ പറഞ്ഞ എന്തൊരു ചെയ്യാം നമുക്ക്. അവൻ അങ്ങനെ പിന്നെ അവന്റെ ഇഷ്ടം പോലെ കേട്ടല്ലേ. ഓ അത്രേ ഉള്ളൂ.